നമസ്കാരം ടി.സി.വി പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നഗരത്തിലെ CCTV ക്യാമറകൾ പ്രവർത്തന സജ്ജമായി. ഒരു വർഷത്തോളമായി പ്രവർത്തനരഹിതമായ ക്യാമറകളാണ് പ്രതിഷേധത്തെ തുടർന്ന് പ്രവർത്തന സജ്ജമാക്കിയത്. തിരൂർ റെയിൽവേ സ്റ്റേഷനോട് അധികാരികളുടെ കടുത്ത അവഗണന. പ്രധാന ട്രെയിനുകൾക്ക് ഇന്നും തിരൂരിൽ സ്റ്റോപ്പില്ല. ബസ്സിലും മാർക്കറ്റ് കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവന്ന മോഷ്ടാക്കളെ തിരൂർ പോലീസ് പിടികൂടി. 2 ആഴ്ച മുമ്പ് ജയിലിൽ നിന്നിറങ്ങിയ മോഷ്ടാക്കളാണ് വീണ്ടും പിടിയിലായത്. സംസ്ഥാനത്ത് 7540 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ 173 പേർക്ക് രോഗബാധ, 392 പേർക്ക് രോഗമുക്തി. തിരൂർ നഗരത്തിലെ CCTV ക്യാമറകൾ പ്രവർത്തന സജ്ജമായി. ഒരു വർഷത്തോളമായി പ്രവർത്തനരഹിതമായ ക്യാമറകളാണ് പ്രതിഷേധത്തെ തുടർന്ന് പ്രവർത്തന സജ്ജമാക്കിയത്. വ്യാഴാഴ്ച ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. നഗരത്തിൽ നിരന്തരമായി മോഷണങ്ങളും അക്രമങ്ങളും വർദ്ധിച്ചുവന്ന സാഹചര്യത്തിൽ വിവിധ സംഘടനകളും വ്യാപാരികളും പ്രതിഷേധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. തിരൂർ താഴെപ്പാലം, സെൻട്രൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. മാജിക് ക്രിയേഷൻസ് പെരിന്തൽമണ്ണയുടെ മേൽനോട്ടത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പ്രവർത്തിച്ചു തുടങ്ങിയ ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് നിരീക്ഷിക്കാം. ഇതോടെ നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന മോഷണങ്ങൾക്കും ആക്രമണങ്ങൾക്കും തടയിടാനാകും. വ്യാഴാഴ്ച ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിരവധി മോഷണങ്ങളും അക്രമങ്ങളുമാണ് തിരൂർ നഗരം കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്. തിരൂർ മുനിസിപ്പാലിറ്റി സ്ഥാപിച്ച ക്യാമറ നാളെ മുതൽ വർക്കിംഗ് ആണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതിന് മുന്നേ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മുടെ ഷോപ്പിൽ കള്ളൻ കയറിയിട്ട് ഈ ക്യാമറൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഷോപ്പ്. അപ്പോൾ നമുക്ക് കള്ളനെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നാളെ മുതൽ അത് പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മിക്ക കേസുകളിലും തുമ്പുണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം ദൃശ്യങ്ങളില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ലോക്ക്ഡൗണിൽ കള്ളന് കയറിയ ഒരു കടൻ്റെ അകത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ആ കള്ളനെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ക്യാമറൻ്റെ തൊട്ട് താഴായിട്ടാണ് ഈ ഷോപ്പുള്ളത്. അപ്പോൾ വളരെയധികം സന്തോഷപ്പെടുന്നത് നാളെ മുതൽ ആ ക്യാമറ തിരൂരിന് സുരക്ഷിതത്വം ഒരുക്കുന്നുള്ള ഒരു കാര്യത്തിലാണ്. അടഞ്ഞ ക്യാമറ കണ്ണ് തിരൂരിലുണ്ടാകുമ്പോൾ തുറന്ന ക്യാമറ കണ്ണുമായി നിരന്തരം ഇതിൻ്റെ ബാക്കിൽ ഇറങ്ങി തിരിച്ച നമ്മുടെ തിരൂരിലെ മാധ്യമ സുഹൃത്തുക്കൾക്കാണ് ഈ കാര്യത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ തിരൂരിൽ മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിയും ചെയർപേഴ്സണൊക്കെ നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ വളരെ ആ സമയബന്ധിതമായിട്ട്, കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിനൊരു വാർത്ത ചെയ്തിരുന്നു. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ. അപ്പോൾ കച്ചവടക്കാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഈ ക്യാമറൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു വാർത്ത ചെയ്തിരുന്നു. ആ വാർത്ത നമ്മുടെ ചെയർപേഴ്സണും അതുപോലെ തന്നെ സെക്രട്ടറിയൊക്കെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ ടൗണിന് ഉപകാരപ്രദമായ രൂപത്തിൽ കമ്മീഷൻ ചെയ്യുന്നു പറഞ്ഞിരുന്നു. നഗരം കേന്ദ്രീകരിച്ച് കഞ്ചാവ് മാഫിയ സംഘത്തിന്റെ പ്രവർത്തനവും സജീവമാണ്. അക്രമങ്ങളും മോഷണങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയ വ്യാപാരികളും പൊതുജനങ്ങളും പ്രതിഷേധമായി തെരുവിലിറങ്ങിയതിനെ തുടർന്നാണ് വേഗത്തിൽ നടപടിയുണ്ടായത്. ചരിത്രമുറങ്ങുന്ന തിരൂർ റെയിൽവേ സ്റ്റേഷനോട് അധികാരികളുടെ കടുത്ത അവഗണന. പ്രധാന ട്രെയിനുകൾക്ക് ഇന്നും തിരൂരിൽ സ്റ്റോപ്പില്ല. നവീകരണ പ്രവൃത്തി മുറക്കി നടക്കുമ്പോഴും പരിമിതികൾ മാത്രമാണ് ബാക്കി. മലപ്പുറം ജില്ലയിലെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള സ്റ്റേഷനാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഒട്ടേറെ പരിമിതികൾ ബാക്കിയാണിവിടെ. ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായിട്ട് പോലും ഈ വഴി കടന്നുപോകുന്ന പല പ്രധാന ട്രെയിനുകൾക്കും നിലവിൽ തിരൂരിൽ സ്റ്റോപ്പില്ലെന്നതാണ് വസ്തുത. സംസ്ഥാനത്തെ ആദ്യത്തെ തന്നെ റെയിൽവേ ലൈനിന്റെ ആരംഭം എന്ന നിലയിൽ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച സ്റ്റേഷന് ആവശ്യങ്ങൾ ഇനിയുമേറെയാണ്. നവീകരിച്ചതിനൊപ്പം റെയിൽവേ സ്റ്റേഷന്റെ പിൻഭാഗത്തുകൂടി ടിക്കറ്റ് കൗണ്ടർ തുടങ്ങുന്നുണ്ട്. എന്നാൽ പിൻഭാഗം വഴി 3ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് 2ാം പ്ലാറ്റ്ഫോമിലേക്ക് മേൽപ്പാലമുണ്ടെങ്കിലും ഒന്നിലേക്ക് പോകാൻ നിർവാഹമില്ല. മലപ്പുറം ജില്ലയിലെ പ്രധാന സ്റ്റേഷനായിട്ട് പോലും ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാത്തതും തിരൂരിൽ നിന്നുള്ള യാത്രക്കാരെ പ്രയാസത്തിലാക്കുന്നുണ്ട്. ജില്ലയിലെ പ്രധാന വാണിജ്യ നഗരമെന്ന പരിഗണനയും തിരൂർ റെയിൽവേ സ്റ്റേഷന് ലഭിക്കുന്നില്ല. തിരൂർ വെറ്റില ലോക ഭൗമ സൂചികയിൽ ഇടം പിടിച്ചെങ്കിലും ഒട്ടേറെ ട്രെയിനുകൾ സ്റ്റേഷനിൽ നിർത്താത്തത് സ്വന്തം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറ്റില കയറ്റി അയക്കുന്നതിനും തടസ്സമാണ്. തിരൂർ സ്റ്റേഷന്റെ നവീകരിച്ച ചിത്രം കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നെ പങ്കുവച്ചെങ്കിലും വികസന കാര്യത്തിൽ നിലവിലുള്ള പരിഗണന പോരെന്നാണ് പരാതി. മലപ്പുറത്ത് പാറമടകൾ അടക്കമുള്ള ഖനന പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചു. നിബന്ധനകളോടെയാണ് വിലക്ക് പിൻവലിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അധികൃതർ വിലക്ക് ഏർപ്പെടുത്തിയ സ്ഥലങ്ങളിൽ ഉത്തരവ് ബാധകമാകില്ല. കനത്ത മഴ തുടരുകയും പ്രളയസാധ്യത നിലനിൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. നിലവിൽ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന പശ്ചാത്തലത്തിലാണ് വിലക്ക് പിൻവലിക്കാനുള്ള തീരുമാനം. ഉത്തരവ് നിബന്ധനകളോടെ പിൻവലിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജില്ലയിൽ ഓറഞ്ച് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന വേളയിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും പൂർണ്ണ ഖനന നിരോധനം തുടരും. ഖനന നിരോധനം സംബന്ധിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നോ മറ്റു അധികാര സ്ഥാപനങ്ങളിൽ നിന്നോ
നിന്നോ ഏതെങ്കിലും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ള കേസുകളിൽ ഈ ഉത്തരവ് ബാധകമല്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായി മഴ പെയ്യുന്ന പ്രവണത കണക്കിലെടുത്ത് അത്തരം സ്ഥലങ്ങളിലും സമയങ്ങളിലും നിരോധനം ഏർപ്പെടുത്തുന്നതിനായി ജില്ലാ ജിയോളജിസ്റ്റിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. നിരോധനം ഏർപ്പെടുത്തേണ്ട പ്രദേശങ്ങളുടെ വിവരം ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാർ, തഹസിൽദാർമാർ മുഖേനയും സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ നേരിട്ടും ജില്ലാ ജിയോളജിസ്റ്റിന് ലഭ്യമാക്കും. കോഴിക്കോട് നിന്നും അബുദാബിയിലേക്ക് എയർ അറേബ്യ വിമാനം സർവീസ് ആരംഭിച്ചു. ബുക്കിംഗ് തിരക്കേറിയതോടെയാണ് വിമാന സർവീസ് ആരംഭിച്ചത്. വിമാനത്തെ കരിപ്പൂരിൽ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. കോഴിക്കോട് അബുദാബി സെക്ടറിൽ എയർ അറേബ്യയുടെ പുതിയ സർവീസ് ആരംഭിച്ചു. നിലവിൽ ഷാർജ സെക്ടറിലാണ് എയർ അറേബ്യ കോഴിക്കോട് നിന്ന് സർവീസ് നടത്തുന്നത്. അബുദാബി സെക്ടറിൽ കൂടി സർവീസ് ആരംഭിച്ചതോടെ യാത്രക്കാർക്കേറെ ആശ്വാസമാകും. നവംബർ 14 മുതലാണ് സർവീസ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും യാത്രക്കാരുടെ ബുക്കിംഗ് കൂടിയതോടെയാണ് സർവീസ് നേരത്തെയാക്കിയത് എന്നാണ് വിവരം. ആഴ്ചയിൽ 3 ദിവസമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് നടത്തുന്നത്. വിജയകരമായാൽ കൂടുതൽ സർവീസുകൾ നടത്തും. കോഴിക്കോട് വിമാനത്താവളത്തിലെ അഗ്നിശമന സേന അസിസ്റ്റന്റ് മാനേജർ VK സുനിലിന്റെ നേതൃത്വത്തിൽ വാട്ടർ സല്യൂട്ട് നൽകി വിമാനത്തെ സ്വീകരിച്ചു. ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ തിരൂർ താലൂക്ക് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന ട്രഷറർ ജിമ്മി ജോർജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ തിരൂർ താലൂക്ക് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന ട്രഷറർ ജിമ്മി ജോർജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി P. ചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. M. കുഞ്ഞുട്ടി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ബാപ്പു വടക്കയിൽ, സെയ്താലിക്കുട്ടി, C. വിമൽകുമാർ, O. സുരേഷ് ബാബു, നാദിർഷ കടായിക്കൽ, നാസർ കൊട്ടാരത്ത്, രമ ശശിധരൻ, AK സെയ്താലിക്കുട്ടി, ഷാഫി ഒഴൂർ, M. സന്തോഷ് കുമാർ, AP സലീം, PP ജമാൽ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ സ്ഥാപനമായ മലബാർ സിമന്റിലെ അഴിമതിക്കെതിരെയായിരുന്നു ആദ്യത്തെ പോരാട്ടം തുടങ്ങിവെച്ചത്. അതിനിങ്ങോട്ട് പടിപടിയായി ഏതാണ്ട് 21ഓളം കേസുകൾ അഴിമതിക്കെതിരെയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ബസ്സിലും മാർക്കറ്റ് കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവന്ന മോഷ്ടാക്കളെ തിരൂർ പോലീസ് പിടികൂടി. 2 ആഴ്ച മുമ്പ് ജയിലിൽ നിന്നിറങ്ങിയ മോഷ്ടാക്കളാണ് വീണ്ടും പിടിയിലായത്. എടപ്പാൾ കരിങ്കലത്താണി സ്വദേശി മുക്കത്തിൽ വീട്ടിൽ റഫീഖ്, മംഗലം ചേന്നര സ്വദേശി ചിറമൽ പറമ്പിൽ മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മാർക്കറ്റിലും ബസ് സ്റ്റാൻഡും കേന്ദ്രീകരിച്ചും ബസ്സുകളിലും മോഷണം നടത്തിവരുന്ന എടപ്പാൾ ചേന്നര സ്വദേശികളായ പ്രതികളെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. എടപ്പാൾ കരിങ്കലത്താണി സ്വദേശി മുക്കത്തിൽ വീട്ടിൽ റഫീഖ്, മംഗലം ചേന്നര സ്വദേശി ചിറമൽ പറമ്പിൽ മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാമനാട്ടുകര സ്വദേശിയുടെ മൊബൈൽ ഫോണാണെന്ന് വ്യക്തമായത്. പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. 2 മാസം മുമ്പ് സമാനമായ കുറ്റത്തിന് കോഴിക്കോട് നല്ലളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 2 ആഴ്ച മുമ്പാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത്. പ്രതികൾക്ക് മുമ്പും പല സ്റ്റേഷനുകളിലും സമാന കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു. താനൂരിലെ M. ജയചന്ദ്രൻ സ്മൃതി സംഗമത്തോടനുബന്ധിച്ച് പതാക ജാഥ നടത്തി. മൂച്ചിക്കലിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ വിവിധ ഇടങ്ങളിലെ പര്യടനത്തിന് ശേഷം ചിറക്കലിൽ സമാപിച്ചു. താനൂരിൽ നടന്ന സ്വീകരണ പരിപാടി BJP സംസ്ഥാന സമിതി അംഗം K. നാരായണ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. M. ജയചന്ദ്രൻ സ്മൃതി സംഗമത്തോടനുബന്ധിച്ച് നടന്ന പതാക ജാഥ BJP സംസ്ഥാന കൗൺസിൽ അംഗം T. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രിയേഷ് നയിച്ച ജാഥ കുമാരമ്പടി, വട്ടത്താണി, മൂലക്കൽ, താനൂർ, കാട്ടിങ്ങാടി, ഉഴൂർ, പുൽപ്പറമ്പ് എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾക്ക് ശേഷം ചിറക്കലിൽ എത്തിച്ചേർന്നു. തുടർന്ന് N. ശിവരാജൻ ഉദ്ഘാടനം ചെയ്ത കൊടിമര ജാഥ വീഡിയോ പോസ്റ്റാറിൽ നിന്നും സമ്മേളന നഗരിയായ ചിറക്കൽ എത്തിച്ചേർന്നു. ജില്ലാധ്യക്ഷൻ രവി തേലത്തെ പതാക ഉയർത്തി സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. താനൂരിൽ നടന്ന സ്വീകരണ യോഗം സംസ്ഥാന സമിതി അംഗം K. നാരായണ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സുഹൃത്തുക്കളെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ സഹകരണ മേഖലകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും താനൂര് പോലെയുള്ള കോട്ടക്കൊത്തളങ്ങളിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിപ്പിച്ച രാഷ്ട്രീയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനഞ്ഞെടുത്ത ഒരു നേതാവായിരുന്നു ശ്രീ M. ജയചന്ദ്രൻ. BJP ദേശീയ കൗൺസിൽ അംഗം PT ഹാലിയാജി സംബന്ധിച്ചു. BJP സംസ്ഥാന സമിതി അംഗം K. ജനചന്ദ്രൻ മാസ്റ്റർ, ഗീതാമാധവൻ, T. അറുമുഖൻ, ഹുസൈൻ വരിക്കോട്ടിൽ, K. പ്രഭാകരൻ, PK ഷാജി, KK പുരുഷോത്തമൻ, C. പ്രവീൺകുമാർ, MA വിജയൻ, സുകുമാരൻ തുടങ്ങിയ വിവിധ സ്വീകരണ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു. കന്മനം നെല്ലാപ്പറമ്പ് മസ്ജിദ് ഫാത്തിമയുടെ ഉദ്ഘാടനം കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് മുഹമ്മദ് കോയ ജമലി തങ്ങൾ നിർവഹിച്ചു. 120 വർഷം പഴക്കമുള്ള സ്രാമ്പ്യ പൊളിച്ചാണ് പള്ളി നിർമ്മിച്ചത്. കന്മനം നെല്ലാപ്പറമ്പ് ഷംസുൽ ഉലമ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന് കീഴിലെ 120 വർഷം പഴക്കമുള്ള സ്രാമ്പ്യ പള്ളി പൊളിച്ചാണ് ഫാത്തിമ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള മുഹമ്മദിന്റെ സഹകരണത്തോടെ പള്ളി നിർമ്മിച്ചത്. മസ്ജിദ് ഫാത്തിമയുടെ ഉദ്ഘാടനം കോഴിക്കോട് വലിയ ഖാദിയും SY സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സയ്യിദ് മുഹമ്മദ് കോയ ജമലി തങ്ങൾ നിർവഹിച്ചു.
ഷംസുൽ ഉലമ ഇസ്ലാമിക് ട്രസ്റ്റ് ചെയർമാൻ പാണക്കാട് അബ്ദുൾ റഷീദ് ഷിഹാബ് തങ്ങൾ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി റൌഫ് കണ്ണതലി, ഇഹ്സാൻ തങ്ങൾ വരമ്പനാല, അബ്ദുസ്സമദ് റഷാദി, യൂസഫ് ഹാജി എന്ന മുത്തു ഹാജി, കിഴക്കുംപാട്ട് ഇബ്രാഹിംകുട്ടി, ട്രസ്റ്റ് ഭാരവാഹികളായ VP തൽഹത്ത്, തുപ്പത്ത് അബൂബക്കർ ഹാജി, പീച്ചി ഹാജി, VV സലാം ഹാജി, AK സക്കീർ ഹുസൈൻ, അബ്ദുൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ലോകത്തെ മുഴുവൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അമേരിക്ക അടക്കമുള്ള ആളുകൾ എന്ന് കുറഞ്ഞ കാലത്തേക്ക് അടച്ചുപൂട്ടി ഒരാളും വരാനോ ഒരാളെ പുറത്തേക്ക് വിടാൻ സന്നദ്ധരാകാതെ അവർ നാട്ടിൽ തന്നെ കെട്ടിപ്പൂട്ടി നിർത്താൻ അല്ലാഹുവിനെ ചെറിയ കാണാൻ കഴിയാത്ത, നമ്മുടെ കണ്ണുകൾക്ക് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത അത്ര നേരത്തെ ഒരു ചെറിയ ഒരു വൈറസിനെ കൊണ്ട് ലോകത്ത് സാധ്യമായെങ്കിൽ അല്ലാഹു വലിയവനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്മായിൽ ധാരിമി പോത്തന്നൂർ, PC കുഞ്ഞാപ്പു, കുഞ്ഞാവ ഹാജി, NT മുഹമ്മദ് കുട്ടി ഹാജി, MC യൂസഫുട്ടി, ആലുക്കൽ സുബൈർ, NT റാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ഇടവേള. മലപ്പുറം അടക്കം 5 ജില്ലകളിൽ 2 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ന്യൂനമർദ്ദം വീണ്ടും ശക്തി പ്രാപിക്കുന്നു. 2 ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബുധനാഴ്ച 5 ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കേരളത്തിൽ നവംബർ 11 വരെ ഒറ്റപ്പെട്ട ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് 2 ദിവസം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ മഴ കനത്തേക്കുമെന്നും ഇടിമിന്നലിനൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുമുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം രാത്രിയോടെ വീണ്ടും ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറി പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് സഞ്ചരിച്ച് തമിഴ്നാടിന്റെ വടക്കൻ തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. CPIM പ്രഥമ താനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന KV സുന്ദരൻ അനുസ്മരണം നിറവത്തൂർ ആലിച്ചുവട് നടന്നു. CPIM താനൂർ ഏരിയ കമ്മിറ്റി അംഗം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CPIM പ്രഥമ താനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന KV സുന്ദരൻ അനുസ്മരണം നിറവത്തൂർ ആലിച്ചുവടിൽ നടന്നു. CPIM താനൂർ ഏരിയ കമ്മിറ്റി അംഗം M അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സജീർ അധ്യക്ഷനായിരുന്നു. KV സിദ്ദിഖ് അനുസ്മരണ പ്രഭാഷണം നടത്തി. നിറവത്തൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി P വിനേശൻ, AP മാധവൻ, കുന്നുമ്മൽ ശ്രീധരൻ, ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ 7540 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 76,380 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 7841 പേർ രോഗമുക്തി നേടി. 70,459 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. ആകെ മരണം 34,621 സംസ്ഥാനത്ത് 7540 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 1151 രോഗികളുള്ള എറണാകുളത്താണ് രോഗബാധിതരുടെ എണ്ണത്തിൽ മുന്നിൽ. രോഗബാധിതരുടെ എണ്ണത്തിൽ ഏറ്റവും പിന്നിലുള്ള കാസർഗോഡ് ജില്ലയിൽ 164 രോഗികളാണുള്ളത്. 24 മണിക്കൂറിനിടെ 76,380 സാമ്പിളുകൾ പരിശോധിച്ചു. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 39 തദ്ദേശ പ്രദേശങ്ങളിലായി 46 വാർഡുകളുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2,21,733 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. 2,16,046 പേരും വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലോ ആണ് നിരീക്ഷണത്തിൽ. 5,687 പേർ ആശുപത്രികളിലുമുണ്ട്. 400 പേരെ പുതുതായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 48 മരണങ്ങളും സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 211 മരണങ്ങളും ഉൾപ്പെടെ ആകെ മരണസംഖ്യ 34,621 സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 30 പേർക്ക് രോഗം ബാധിച്ചു. 7,077 പേർക്ക് സമ്പർക്കത്തിലൂടെയും രോഗബാധയുണ്ടായി. 386 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 47 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7,841 പേരാണ് രോഗമുക്തി നേടിയത്. ഇതോടെ 70,459 പേരാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 49,22,834 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. തിരു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സിൽ നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സിനിമാ താരങ്ങളായ തസ്നി ഖാനും ശ്രുതി ലക്ഷ്മിയും ചേർന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനം നൽകി. മാറ്റ്സ് ആപ്പ് ജില്ലാ പ്രൊഡക്ട് ലോഞ്ചിംഗ് നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു.
ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 3 മാസം തോറുമുള്ള നറുക്കെടുപ്പിലെ വിജയി കൈമലശ്ശേരി സ്വദേശി കബീറിന് സ്കൂട്ടറും LG ബെസ്റ്റ് ഷോപ്പുമായി ചേർന്നുള്ള ഓരോ മാസം നറുക്കെടുപ്പ് വിജയി പരപ്പനങ്ങാടി സ്വദേശി വിവേകിനുമുള്ള സമ്മാനം ആസാദ് ഗോൾഡിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരങ്ങളായ തസ്നി ഖാനും ശ്രുതി ലക്ഷ്മിയും ചേർന്ന് വിതരണം ചെയ്തു. ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ഉപകാരപ്രദമായ ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഓഫ്ലൈൻ മൊബൈൽ ആപ്ലിക്കേഷനായ മാറ്റ്സ് ആപ്പിന്റെ ജില്ലാ പ്രൊഡക്ട് ലോഞ്ചിംഗ് നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ KK അബ്ദുറസാഖ് ഹാജിക്ക് നൽകി നിർവഹിച്ചു. ആദ്യത്തെ ബിസിനസ് രജിസ്ട്രേഷൻ നഗരസഭാ വൈസ് ചെയർമാൻ P രാമൻകുട്ടിയിൽ നിന്നും കേരളത്തിൽ ഷാഫി ഹാജി ഏറ്റുവാങ്ങി. സിനിമാ താരങ്ങൾക്കുള്ള ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉപഹാരം ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ കെ മുത്തുക്കോയത്തങ്ങളും കേരളത്തിൽ ഇബ്രാഹിം ഹാജിയും ചേർന്ന് നൽകി. ചടങ്ങിൽ കെ മുത്തുക്കോയത്തങ്ങൾ, മാറ്റ്സ് ആപ്പ് CEO തോമസ് ആന്റണി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജനീഷ് PS, ജില്ലാ പാർട്ണർ സമീർ KP, ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡയറക്ടർമാരായ കേരളത്തിൽ ഇബ്രാഹിം ഹാജി, അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. കുറ്റിപ്പുറത്ത് റെയിൽവേ ട്രാക്കിലിരുന്ന ഹെഡ്സെറ്റിൽ പാട്ട് കേട്ട യുവാവ് ട്രെയിൻ തട്ടി മരണപ്പെട്ടു. രാങ്ങാട്ടൂർ സ്വദേശി രാജേഷാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവം. കുറ്റിപ്പുറത്തെ റെയിൽവേ ട്രാക്കിലിരുന്ന് ഹെഡ്സെറ്റിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ പാഞ്ഞെത്തിയ ട്രെയിനിടിച്ച് യുവാവ് മരിക്കുകയായിരുന്നു. തിരുനാവായക്കടുത്ത് രാങ്ങാട്ടൂർ കമ്പനിപ്പടി സ്വദേശി അമ്പലക്കാട്ട് പറമ്പിൽ കുഞ്ഞിരാമന്റെ മകൻ രാജേഷാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. കുറ്റിപ്പുറം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. തിരുനെൽവേലി ഹാപ്പ എക്സ്പ്രസ് കടന്നുപോയപ്പോഴാണ് അപകടമുണ്ടായത്. ഈ സമയം ട്രാക്കിൽ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരുന്ന രാജേഷ് ട്രെയിൻ വരുന്ന കാര്യം അറിഞ്ഞില്ല. ട്രെയിൻ യുവാവിനെ ഇടിച്ചിട്ടു. വൈകുന്നേരം 5:30 ഹാപ്പ എക്സ്പ്രസ് കടന്നുപോയത്. ഒഴൂർ അയ്യായിൽ 3 പേർക്ക് കുറുക്കന്റെ കടിയേറ്റു. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒഴൂർ സ്വദേശികളായ 3 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. അയ്യായ സ്വദേശി മുണ്ടക്കുറ വീട്ടിൽ അംസക്കുട്ടിക്ക് വീടിന്റെ പരിസരത്ത് നിന്നാണ് കുറുക്കന്റെ കടിയേറ്റത്. അയൽവാസികളായ കല്ലിങ്ങൽ കുഞ്ഞാത്തു, വളവിൽ ഞാറ്റ്, തൊട്ടിപ്പാറയിൽ ബാവ എന്നിവർക്കും കടിയേറ്റു. തിരു ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ഇവരെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അയ്യായ പ്രദേശങ്ങളിലെ 10ഓളം ആടുകൾക്കും കടിയേറ്റിട്ടുണ്ട്. വീട് നിർമ്മാണ രംഗത്ത് വലിയൊരു കുതിപ്പിന് വഴിയൊരുക്കി യൂബൽ ടെക്നോളജി സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോർസ് ലോഞ്ച് ചെയ്തു. കാടാമ്പുഴയിൽ പ്രശസ്തരുടെ സാന്നിധ്യത്തിൽ പദ്ധതിയുടെ മെഗാ ലോഞ്ചിങ് നടന്നു. നിങ്ങളുടെ സ്വപ്ന വീടിന് നിങ്ങളുടെ ഭാവനകൾക്കപ്പുറമുള്ള മോഡലിലും ഡിസൈനിങ്ങിലും ആവശ്യമുള്ള ഏത് സൈസിലുമുള്ള സ്റ്റീൽ വാതിലുകളും കാലുകളുമാണ് യൂബൽ ടെക്നോളജി അവതരിപ്പിക്കുന്നത്. ഒരിക്കലും തുരുമ്പെടുക്കുകയോ ചിതറിക്കുകയോ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ യൂബൽ ടെക്നോളജി സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോറിന് ഉപഭോക്താക്കളിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഗുണമേന്മയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന യൂബൽ ടെക്നോളജി വാതിലുകളുടെയും ജനലുകളുടെയും നിർമ്മാണത്തിനായി GI കോട്ടിംഗ് ഉള്ള 120 GSM ഡാറ്റ ഗാൽവാനോ സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. 16 kg ഷീറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിന്റെ ഗുണമേന്മ ഇരട്ടിയാവുന്നു. കൂടാതെ വെൽഡിങ്ങിനായി മിഗ് വെൽഡിംഗ് സംവിധാനം ഉപയോഗിക്കുന്നത് കൊണ്ട് വെൽഡിംഗ് പാടുകളില്ലാതെ വുഡ് ഫിനിഷിംഗ് നൽകാനും സാധിക്കുന്നു. അപ്പോക്സി ആംകോസ് പ്രൈമർ ഉപയോഗിക്കുന്നത് കൊണ്ട് കൂടുതൽ ഭംഗിയും ലഭിക്കുന്നു. ആധുനിക വിശാലവുമായ ഫാക്ടറിയിൽ വെച്ച മികച്ച മാനേജ്മെന്റ് മേൽനോട്ടത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ച കേരളത്തിനകത്തും പുറത്തുമുള്ള പരിചയസമ്പന്നരായ തൊഴിലാളികളാണ് യൂബൽ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നത്. നല്ലൊരു വീട് നമ്മുടെ കോൺസെപ്റ്റിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫീസിബിളായിട്ടുള്ള റേറ്റിൽ വുഡിനേക്കാൾ ഏറ്റവും കൂടുതൽ ഗുണമേന്മ കൂടുതലും ഈട് നിൽക്കുന്നതും അതുപോലെ തന്നെ മനോഹരവുമായിട്ടുള്ള ഡിസൈനിലാണ് ഈ ഓരോ ഡോർസും അതുപോലെ തന്നെ വിൻഡോസും നമ്മുടെ യൂബൽ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. യൂബൽ ടെക്നോളജി സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോർസിന്റെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ, മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിന TP, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT ആസാദ്, കാടാമ്പുഴ മൂസ, V മധുസൂദനൻ, രമേശ് KP തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മുടെ കാടാമ്പുഴയിൽ നല്ല ഒരു സംരംഭവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ തന്നെ മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ റീറ്റെയിലും തുടങ്ങിയിരിക്കുകയാണ്. സ്റ്റീല് അതുപോലെ തന്നെ സ്റ്റീലുമായി അതിൻ്റെ ഡോറുകൾ അങ്ങനെയുള്ള പല വീട്ടിലേക്ക് ഉപയോഗപ്പെടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ വിജയകരമായിട്ടാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അടുത്ത തലമുറയ്ക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റുകളാണ്. വാർത്തകൾ തുടർന്നു.
ജീർണിച്ച അപകടാവസ്ഥയിലുള്ള തലക്കാട് വില്ലേജ് ഓഫീസിന് മുകളിൽ നവീകരണത്തിന്റെ ഭാഗമായി കെട്ടിടം പണിയുന്നത് അപകടത്തിനിടയാക്കുമെന്ന് പരാതി. 35 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിന്റെ ഭാഗങ്ങളിലും മേൽക്കൂരയിലും സ്ലാബുകളടക്കം അടർന്നു വീണ് ചോർന്നൊലിക്കുന്ന നിലയിലാണ്. നവീകരണ പ്രവൃത്തിക്കായുള്ള 15 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിതിയുടെ കീഴിൽ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുവരുന്നത്. 35 വർഷത്തിലേറെ പഴക്കമുള്ള വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ മേൽക്കൂരയടക്കം മിക്ക ഭാഗങ്ങളും ജീർണിച്ച നിലയിലാണ്. അപകടാവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടത്തിന് മുകളിൽ മറ്റൊരു കെട്ടിടം പണിയുന്നത് വലിയ രീതിയിലുള്ള അപകടത്തിന് വഴിയൊരുക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏകദേശം ഒരു 35 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ബിൽഡിങ്ങിന്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഏകദേശം വിഷ്വൽസ് ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും, ബിൽഡിങ്ങിൻ്റെ ദുർബലത എത്രയുണ്ടെന്ന്. അപ്പോൾ ഇവർ പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ വില്ലേജിൽ സൗകര്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഒരു റൂം വെറും വേസ്റ്റ് ഡമ്പാക്കിയിട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. അത് തന്നെ ശരിക്കും ഒന്ന് ഇതായിപ്പെടുത്തുകയാണെങ്കിൽ ഇതിൽ അത്യാവശ്യം സൗകര്യമുണ്ട്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ തന്നെ ഇവർക്ക് സെപ്പറേറ്റ് ഇവിടെ 2-3 റൂം ഉണ്ടാക്കാനുള്ള ഫണ്ടാണ് ഇപ്പോൾ ഇതിന് അനുവദിച്ചിട്ടുള്ളത്. അതായത് 15 ലക്ഷം രൂപയാണ് ഇതിനിപ്പോൾ അനുവദിച്ചിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത്. നിർമ്മാണ പ്രവർത്തനമായി നടക്കുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം ഈ ബിൽഡിങ് കാലഹരണപ്പെട്ടെന്ന് തന്നെ പറയാം. കാരണം ചോർന്ന് ചുമരിൽ കൂടി വരെ വെള്ളം ഡിസ്ചാർജ് ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ ബിൽഡിംഗ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൊജക്റ്റ് നിർമ്മിതിയാണ് ഇത് നടത്തുന്നത് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പ്രൊജക്റ്റ് മാനേജറായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അവർ നമുക്ക് വ്യക്തമായ ഒരു വിശദീകരണമൊന്നും ആയി തന്നില്ല. അവർ പറയുന്നത് എസ്റ്റിമേറ്റ് എടുത്ത് ഞങ്ങളല്ല, എസ്റ്റിമേറ്റ് എടുത്ത ആളെ കൊണ്ട് ആൾ നിങ്ങളോട് ബന്ധപ്പെടുമെന്ന് പറഞ്ഞു. അത് ആ എസ്റ്റിമേറ്റ് എടുത്ത ആൾ എന്നോട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു നാളെ മറ്റന്നാളോ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞ് അവിടെ വന്നപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പണി പൂർത്തീകരിക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടെ കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് രേഖാമൂലം പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. കെട്ടിടം പണിയുന്നതിന് മുമ്പ് വില്ലേജ് അധികാരികളുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. വെയ്റ്റ്ലെസ് ആയ മെറ്റീരിയൽസാണ് കെട്ടിടം പണിയുന്നതിനായി ഉപയോഗിക്കുന്നതെന്നും നിർമ്മിതി പ്രൊജക്ട് മാനേജർ പറഞ്ഞു. 8ാം ക്ലാസ്സിൽ പഠനം ആരംഭിച്ചതോടെ സഹപാഠികളെ കാണാൻ ഷമാസ് എത്തി. വീൽചെയറിൽ ഉമ്മയ്ക്കൊപ്പമാണ് മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച മുഹമ്മദ് ഷമാസ് എത്തിയത്. അധ്യാപകരും സഹപാഠികളും ചേർന്ന് ഷമാസിനെ സ്വീകരിച്ചു. എട്ടാം ക്ലാസ്സിലേക്കുള്ള പഠനം ആരംഭിച്ചതോടെയാണ് മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച് നടക്കാൻ പ്രയാസം അനുഭവിക്കുന്ന മുഹമ്മദ് ഷമ്മാസ് എന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാണാനും സൗഹൃദം പങ്കിടാനുമായി സ്കൂളിലെത്തിയത്. മീനടത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സഹപാഠികളെ കാണാൻ ഉമ്മയ്ക്കൊപ്പമാണ് വീൽ ചെയറിലെത്തിയത്. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് മുഹമ്മദ് ഷമ്മാസിനെ സ്വീകരിച്ചു. മീനടത്തൂർ ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് അജിതകുമാരി മുഹമ്മദ് ഷമ്മാസിന് ഉപഹാരവും നൽകി. ചിത്രം വരയ്ക്കാനും ക്യൂബ് 30 സെക്കൻഡ്സ് റീസെറ്റ് ചെയ്യാനും കഴിവുള്ള വിദ്യാർത്ഥിയുടെ വരവ് ആഹ്ലാദത്തോടെയാണ് സഹപാഠികൾ സ്വീകരിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരത്തിലെ CCTV ക്യാമറകൾ പ്രവർത്തന സജ്ജമായി. 1 വർഷത്തോളമായി പ്രവർത്തനരഹിതമായ ക്യാമറകളാണ് പ്രതിഷേധത്തെ തുടർന്ന് പ്രവർത്തന സജ്ജമാക്കിയത്. തിരൂർ റെയിൽവേ സ്റ്റേഷനോട് അധികാരികളുടെ കടുത്ത അവഗണന. പ്രധാന ട്രെയിനുകൾക്ക് ഇന്നും തിരൂരിൽ സ്റ്റോപ്പില്ല. ബസ്സിലും മാർക്കറ്റ് കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവന്ന മോഷ്ടാക്കളെ തിരൂർ പോലീസ് പിടികൂടി. 2 ആഴ്ച മുമ്പ് ജയിലിൽ നിന്നിറങ്ങിയ മോഷ്ടാക്കളാണ് വീണ്ടും പിടിയിലായത്. സംസ്ഥാനത്ത് 7540 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ 173 പേർക്ക് രോഗബാധ, 392 പേർക്ക് രോഗമുക്തി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.